ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ് സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഒരുവിധം, അതായത് എല്ലാ ടോപ്പിക്കും, മ്യൂച്വൽ ഫണ്ട്സിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട എല്ലാ ടോപ്പിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ബിഗിനർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്സ് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് അറിയാതെ സംഭവിക്കുന്ന കുറേ മിസ്റ്റേക്സ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ വെൽക്കം ടു ദി 13th എപ്പിസോഡ് ഓഫ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. ആദ്യത്തെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, കോമൺ ആയിട്ട് എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത്, ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? അതായത് മാർക്കറ്റിൻ്റെ ടൈമിംഗ് ആണ്. അതായത് മാർക്കറ്റിൻ്റെ ടൈമിംഗ്, അതായത് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, ഇത് നമ്മൾ ഗ്രാജുവലി എന്താണ് നമ്മൾ ഇതിനെ ഊഹിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് മാർക്കറ്റ് താഴ്ന്ന് കഴിയുമ്പോൾ നമുക്ക് മേടിക്കാം, മാർക്കറ്റ് ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് വിൽക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് എപ്പോൾ സംഭവിക്കും, അതിൻ്റെ ഒരു എക്സ്ട്രീം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അത് ഊഹിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ആർക്കും മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 2020 മാർക്കറ്റ് താഴേക്ക് പോയ സമയത്ത് ഏകദേശം ഒരു 30% മാർക്കറ്റ് താഴേക്ക് പോയി. അപ്പോഴും ചില ആളുകൾ എന്ത് ചെയ്തു, ഇനിയും താഴേക്ക് പോകുമെന്ന് വിചാരിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു മാർക്കറ്റിൻ്റെ. അപ്പോൾ ഈ ഒരു ഡിപ്പ് എത്രമാത്രം താഴേക്ക് പോകുന്നു നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് 2021 ആയപ്പോഴേക്ക് ഏകദേശം ഒരു 50% ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ എന്താണ്, ഇനി താഴേക്ക് വരും. അപ്പോൾ ഒരു നല്ല സമയം കാത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് ജനറലി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, മാർക്കറ്റിൻ്റെ ടൈമിംഗ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ടൈമിംഗ് പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ SIP ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിലൊരു ജനറലി അതിൻ്റെ ഒരു ഏറ്റവും എക്സ്ട്രീമിലേക്ക് പോവാതെ നമ്മളൊരു കാൽക്കുലേഷനിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കോമൺ ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് തരുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. കാരണം അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം അതായത് പല ആളുകളും പാസ്റ്റ് പെർഫോമൻസ്, അതായത് കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ ഏറ്റവും നന്നായിട്ട് റിട്ടേൺ നൽകിയ മ്യൂച്വൽ ഫണ്ട്സിൽ തിരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് ഇത് തെറ്റെന്ന് പറയാൻ കാരണം, അതായത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഓഫർ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സ്കീം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. അതായത് കഴിഞ്ഞ 2 വർഷം കിട്ടിയ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിട്ടേൺ ഒരിക്കലും അടുത്ത 2 വർഷം കിട്ടണമെന്നില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മ്യൂച്വൽ ഫണ്ടുകളുടെ മാത്രം പിറകെ പോകാതെ വരും കാലങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്ന് ബുദ്ധിപൂർവ്വം ഒരു അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു പ്രൊഫഷണലെ വെച്ച് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് പെർഫോമൻസ് നോക്കി, കഴിഞ്ഞ കാല പെർഫോമൻസ് നോക്കി മാത്രം മ്യൂച്വൽ ഫണ്ടിൽ തിരഞ്ഞെടുക്കാതിരിക്കുക, അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. അടുത്തൊരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, മൂന്നാമത്തെ മിസ്റ്റേക്ക്, അതായത് എന്താണ്, നമ്മളൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അതായത് കഴിഞ്ഞ കാലങ്ങളിലെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ആയിരിക്കാം ഏറ്റവും നല്ല റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത്, സാധാരണ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്, സ്മോൾ ക്യാപ്പ് ഫണ്ടുകളും മിഡ് ക്യാപ്പ് ഫണ്ടുകളും മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്മോൾ ക്യാപ്പ് ഫണ്ടും അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഫണ്ടുകളും പെർഫോം ചെയ്യാതിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്കീമുകളായിരിക്കും ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു സെക്ടറോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ഫണ്ടിൻ്റെ മാത്രം പിന്നാലെ പോവാതെ സ്മോൾ ക്യാപ്പ് ഫണ്ടിലും ലാർജ് ക്യാപ്പ് ഫണ്ടിലും മിഡ് ക്യാപ്പ് ഫണ്ടുകളിലും അതുപോലെ അക്രോസ് ദി സെക്ടേഴ്സ് ആൻഡ് അക്രോസ് ദി ക്യാപ്പ്, അതായത് എല്ലാ ക്യാപ്പ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലും, എല്ലാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്കീമുകളിലും, അതുപോലെ അക്രോസ് ദി സെക്ടേഴ്സ്, എല്ലാ സെക്ടറിലുള്ള സ്കീമുകളിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ഡൈവേഴ്സിഫിക്കേഷൻ, റിസ്ക് മാനേജ് ചെയ്യാനും ഒരു പ്രോപ്പറായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓവറായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മൾ 10, 20, 30 സ്കീമുകളിലേക്ക് മാറ്റുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണലായിട്ടൊരു അഡ്വൈസറെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അവർ ബെറ്റർ ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾക്ക് തരും.
നാലാമത്തെ കോമൺ മിസ്റ്റേക്ക് എന്താണ്? അതായത് മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ SIPകൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു മോശം ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നതാണ്. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരിക്കലും SIPs നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. അത് നമ്മളുടെ ധാരണ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ഉള്ള പൈസ താഴെ പോകും, ഉള്ള പൈസ പോകും എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ SIPയുടെ ഏറ്റവും വലിയൊരു ബ്രില്യൻസ് എന്ന് പറയുന്നത് അതാണ്. മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്തും നമ്മളുടെ SIPകൾ എന്താണ്, ലോവർ ആയിട്ടുള്ള NAV, അതായത് പ്രൈസ് കുറഞ്ഞു വരുന്ന NAVകൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോവർ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ഓരോ മാർക്കറ്റ് ക്രാഷിലും നമ്മൾ SIPകൾ നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ചു കയറുമ്പോഴേക്കും നമുക്ക് ആവറേജ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ SIPകൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തായിട്ട് ഒഴിവാക്കേണ്ട ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അടുത്ത കോമൺ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ സ്കീം ടു സ്കീം സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്കീം അധികം പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മോശം സ്കീമാണ്. അപ്പോൾ അതിൽ നിന്ന് വേറൊരു സ്കീം നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 15% 20% റിട്ടേൺസ് ചിലപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്കീമിൽ നിന്ന് വേറെ ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക, മാറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു സ്കീമിൻ്റെ ഒബ്ജക്റ്റ് മനസ്സിലാക്കി ആ സ്കീമിൻ്റെ പെർഫോം ചെയ്യാനായിട്ടൊരു സമയമുണ്ട്, ആ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ആ സമയം കൊടുത്തു കഴിയുമ്പോൾ മറ്റു സ്കീമിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു പക്ഷേ നമ്മുടെ സ്കീം പെർഫോം ചെയ്യും എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല. ഈ അനാവശ്യമായിട്ട് റിട്ടേണിൻ്റെ പുറകെ ചേസ് ചെയ്ത് പോയിട്ട് സ്കീം ടു സ്കീം എപ്പോഴും സ്വിച്ച് ചെയ്യുന്നത് ഒരു നല്ല ഒരു പ്രവണതയല്ല മ്യൂച്വൽ ഫണ്ട്സിൽ. അടുത്തൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പാനിക്കായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ഏറ്റവും ഡ്രാസ്റ്റിക്കായിട്ട് താഴേക്ക് പോകുമ്പോൾ നമ്മൾ പേടിക്കും. നമ്മൾ പേടിച്ച് നോക്കുമ്പോൾ നമ്മുടെ പൈസ താഴേക്ക് പോകണം. അപ്പോൾ നമ്മൾ പാനിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ സെല്ല് ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ മ്യൂച്വൽ ഫണ്ട്സുകൾ നമ്മൾ SIP ആണെങ്കിലും ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പാനിക്കായിട്ട് സെല്ല് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്, മാർക്കറ്റ് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് താഴേക്ക് പോകുന്ന സമയത്ത് അതൊരു സെറ്റിൽ ആവുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൊണ്ട് അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് ആവറേജ് ചെയ്യാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. പക്ഷെ അത് നിങ്ങൾ വളരെ എക്സ്പെർട്ടിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. പക്ഷേ എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ പാനിക്കായിട്ട് നമ്മളതിൽ സെല്ല് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് പൊതുവെ ധാരണയില്ലാത്ത ആളുകൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ വെക്കാവുന്ന കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്സും സേവിങ്സ് എന്ത് കാര്യങ്ങളായാലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും ചെയ്തിട്ട് ചെയ്യാമെന്നോ മാർക്കറ്റ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ചെയ്യാമെന്നോ നമ്മൾ വിചാരിച്ചിരിക്കരുത്. നമ്മൾ ഏറ്റവും നേരത്തെ നമ്മുടെ സേവിങ്സും മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യാനായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചില ഓൺലൈനായിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ചില ടിപ്സ് നമുക്ക് കാര്യങ്ങൾ കിട്ടും. അതായത് ഫ്രീ ആയിട്ടുള്ള ടിപ്സ് കിട്ടും. അത് ഇന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുള്ള ടിപ്സുകൾ കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യാതെ, അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അറിയാവുന്ന ഒരാളുമായിട്ട് വെരിഫൈ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ അപകടത്തിലേക്ക് പോകുന്ന പണം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അൺവെരിഫൈഡ് ആയിട്ടുള്ള ട്രെൻഡുകളോ ടിപ്സുകളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അന്ധമായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. ഒരു കൺസൾട്ടൻറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോ വെച്ച് അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഗോളുമില്ല. അതായത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടൊരു ഗോൾ ഉണ്ടാവണം. നമുക്ക് ഇത്ര ശതമാനം റിട്ടേൺ കിട്ടണം, നമുക്ക് ഇത്ര സമയം അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു വ്യക്തമായിട്ടൊരു ഗോള് ഉണ്ടായതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു അസംഷനിലേക്ക് എത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആരംഭിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പല ആളുകളും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിൽ പിന്നെ ചിലപ്പോൾ ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് റിവ്യൂ ചെയ്ത് നോക്കുന്നത്. അതും ഒരു തെറ്റായ രീതിയാണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റെഗുലറായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മളത് റിവ്യൂ ചെയ്ത് നോക്കുക. നമുക്ക് റിട്ടേൺസ് കിട്ടുന്നില്ല, നമ്മൾ താഴെയാണ്, മറ്റുള്ളവർ അത്ര റിട്ടേൺസ് കിട്ടുന്നില്ല, മറ്റുള്ള ഫണ്ടുകളുടെ പോലെ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ വ്യക്തമായിട്ട് റെഗുലറായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് റിവ്യൂ ചെയ്ത് മാത്രം പോവുക എന്നുള്ളതാണ്. അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളാരും, അതായത് ഒരു പക്ഷേ നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലീഗൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്ത് നമ്മൾ പോകാറുണ്ട്. എന്നാൽ നിങ്ങളുടെ സേവിങ്സ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നിങ്ങളുടെ ഹാർഡ് ഏൺ മണി
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ ആയിട്ടൊരു ഫ്യൂച്ചർ ഉള്ളൂ. അല്ലേ? അതായത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പണം വേണം. അപ്പോൾ നമ്മൾ ഹാർഡ് ഏൺ മണിയിൽ നമ്മൾ ഓരോ പൈസ സേവ് ചെയ്യുമ്പോഴും അത് 10 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും 1 കോടി രൂപയാണെങ്കിലും അത് സേവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഒരു അഡ്വൈസും ഒരു ഗൈഡൻസും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒട്ടുമിക്ക ആളുകളും ചെറിയൊരു ഫീസ് കൊടുക്കുന്ന ഒരു കാര്യത്തിന് വലിയ ഭാരമായി കണ്ടുകൊണ്ട് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെടുത്തിയ കഥകൾ വളരെ സുപരിചിതമാണ് നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ ഒരു ഗൈഡൻസോട് കൂടി മാത്രമേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപ യാത്രയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് റിട്ടേൺസ് തരാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു എന്താ പറയുക വളരെ ഒരുപാട് നോളജും അതുപോലെ എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്കിത് ഓരോ പ്രൊഫഷണൽ അടുത്ത് മേടിക്കാമെങ്കിലും നമ്മൾ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഷ്യൻസ് ആണ്. നമുക്ക് ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളുടെ ആഗ്രഹത്തിന് നമ്മുടെ സമയത്തിനും അനുസരിച്ച് ഒരു പക്ഷേ മാർക്കറ്റ് പെർഫോം ചെയ്യണമെന്നോ റിട്ടേൺസ് തരണമെന്നോ ഇല്ല. നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുകയും മാർക്കറ്റിൻ്റെ രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുകയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എസ് ഐ പികൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ SIP നിങ്ങളുള്ളത് തുടരുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞാൽ പരമാവധി നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സ്ഥലത്ത് തന്നെ ചെയ്യാതെ ശ്രമിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് സ്കീമുകളെ പറ്റി പഠിക്കുക. എന്താണ് ഫാക്ട് ഷീറ്റ് എന്ന് പഠിക്കുക. മാർക്കറ്റിൻ്റെ ഉയർച്ച താഴ്ചകൾ നിങ്ങളിന്ന് പേടിക്കാതിരിക്കുക, അതിനെ പാനിക് ആവാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അത് ഫോളോ ചെയ്യണം. ഇനി ഒരുപക്ഷെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതല്ല നിങ്ങൾ ചെയ്യുന്ന വേറെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രൊഫഷണൽ അഡ്വൈസ്, ഞങ്ങളുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നിങ്ങളോട് കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ഹോംസും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, ഒരുമിച്ച് നമുക്ക് വിജയിക്കാം. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.